ദിബിൻ, സ്വാഗതം. ജനസഭയിലേക്ക് സ്വാഗതം. കൊതുക് കടിക്കുന്നു ദിബിൻ. ഇത് ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഓടകളുടെ ശുചീകരണം അതും നടക്കുന്നില്ല. പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ സഹോദരി അവർ താമസിച്ചിരുന്ന നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് താമസിച്ച ആ റോഡിലായിരുന്നു. അപ്പോൾ പണ്ട് അവധിക്കാലമൊക്കെ കൊച്ചിയിൽ ആയിരുന്നു ഞങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അന്ന് കണ്ട കൊച്ചിയിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. നോക്കൂ, 5 വർഷം മുമ്പ് 2020 നിങ്ങൾ കൊച്ചിയിലെ വോട്ടർമാരുടെ മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായി നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് മിനിമോൾ പറഞ്ഞത്, അതായത് UDF ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്ത പദ്ധതികൾ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള വികസന പരിപാടികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ശ്രീ സജി പറഞ്ഞത് കൊച്ചിയുടെ വികസനത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവനയാണ്. ഇടതുമുന്നണി ഭരണസമിതി എന്തു ചെയ്തു കൊച്ചിയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷം? കഴിഞ്ഞ 10 വർഷ കാലയളവിലെ UDFൻ്റെ ദുർഭരണത്തെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കൊച്ചിയിലേക്ക് അധികാരത്തിലേക്ക് എത്തിയത്. കൊച്ചിയിൽ ഒട്ടനവധിയായ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. 80 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അതിൽ 76 കാര്യങ്ങളും കൃത്യമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുപോലെ കഴിഞ്ഞ 10 വർഷ കാലയളവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആ ഭരണ നേട്ടങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്നുള്ള രീതിയിൽ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അത്തരത്തിൽ കൊച്ചിയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ഈ കനാൽ റിജുവിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഏതൊക്കെയാണെന്ന് ചോദിച്ചുള്ളൂ. ഞങ്ങൾ ഒന്നും മറച്ചു വെക്കുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെ പറയാം. അമൃത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന അഭിമാനത്തോടു കൂടി പറയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ആ പദ്ധതികളെല്ലാം ഞങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞാൽ വിശപ്പ് രഹിത കേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് തന്നെ വിശപ്പ് രഹിത കൊച്ചി എന്നുള്ള രീതിയിൽ സമൃദ്ധി എന്ന പേരിൽ ഞങ്ങൾ 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി, അത് ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പദ്ധതിയാണ്. സമൃദ്ധിയുടെ ആ ഔട്ട്ലെറ്റുകൾ ഇന്ന് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിനിമോൾ അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അവർക്ക് തുടങ്ങി വെക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇല്ലയെന്ന് പറയുന്നില്ല. തുടങ്ങി വെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അത് പൂർത്തീകരണത്തിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാജീവ് ആവാസ് യോജനയുടെ ഭാഗമായിട്ട് അവർ തുടങ്ങി വെച്ചതാണ്. പുനരധിവാസത്തിന് ചേരി നിവാരണത്തിന് വേണ്ടി തുടങ്ങി വെച്ചതാണ്. ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഒരു നിലയും 2-3 കമ്പികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് ഗവൺമെൻറ്റിൻ്റെ നയമായി തന്നെ ഭവന സമുച്ചയം ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ചേരി നിവാരണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അതിൽ CSMLുമായി ചേർന്നുകൊണ്ട്, CSML എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ മാത്രമല്ലോ, കേന്ദ്രവും സംസ്ഥാന സർക്കാരും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി, അത് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ LED ലൈറ്റുകളാകട്ടെ, ഈ കോമ്പാക്ടറുകൾ, വേസ്റ്റ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോമ്പാക്ടറുകളാകട്ടെ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ശുചിത്വം. കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുചിത്വം. ഒരു കാലഘട്ടത്തിൽ കൊച്ചി എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നുള്ള രീതിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് മാറ്റം വരുത്താൻ സാധിച്ചു. ഇപ്പോൾ ശ്രീമതി മിനിമോൾ ഇവിടെ സന്നിധയാണ്. അവരുടെ കാലഘട്ടത്തിലും ബ്രഹ്മപുരത്തിന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബ്രഹ്മപുരത്തിന് തീപിടുത്തം ഉണ്ടായതിന് ശേഷം ഇനി അത്തരത്തിലൊരു സംവിധാനം, അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ മാലിന്യത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചോദിച്ചാൽ, ഈ കൊച്ചിയിലെ മാലിന്യമൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൊച്ചിയിലെ മാലിന്യമൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എവിടെയാണ് സംസ്കരിക്കുന്നത്? നിലവിൽ കൊച്ചിയിലെ മാലിന്യങ്ങളെ കൃത്യമായി തന്നെ അവിടെ ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈസ് ഉപയോഗിച്ചുകൊണ്ട്, BSF ലാർവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെങ്കിൽ ഓരോ ഏജൻസികൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണുള്ളത്. നിലവിൽ ബ്രഹ്മപുരത്തേക്ക് മറ്റു തരത്തിലുള്ള മാലിന്യം നേരത്തെ 10 വർഷ കാലയളവിൽ
കൊച്ചിയിലെ മാത്രമല്ല കേട്ടോ കാണേണ്ടത്, കൊച്ചിയുടെ സമീപ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും മാലിന്യം കൊണ്ടുവന്ന് ഈ ബ്രഹ്മപുരത്ത് നിറച്ചിരുന്നു. പക്ഷേ അത് കൃത്യമായി തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ബയോ മൈനിങ് ഉൾപ്പെടെ കൃത്യമായി നടപ്പിലാക്കുവാനും കേവലം 10% താഴെയാക്കി മാറ്റുന്നതിനും കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല BPCLൻ്റെ സഹായത്തോടുകൂടി ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം, ഒരു പ്ലാന്റ്, അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെയും സമയമൊക്കെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എന്തുവന്നാലും കൊച്ചിയുടെ LDFൻ്റെ വനിതാ മേയർ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ ഈ പറഞ്ഞ BPCLൻ്റെ നേതൃത്വത്തിൽ അവിടെ പണി പൂർത്തീകരിച്ച പ്ലാന്റ് ഉൾപ്പെടെ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചിയിൽ ഒരു വനിതാ മേയർ LDFൻ്റെ അധികാരത്തിലേക്ക് വരും. കൊച്ചിയുടെ കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി LDFന് കഴിഞ്ഞ 5 വർഷത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ട് അതിൽ നമ്മുടെ സിറ്റി ഗ്യാസ് ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട് കേട്ടോ.